here and now to extending the qualifying period for indefinite leave to remain or to bringing in new qualifying criteria. ബ്രിട്ടനിലെ 5 വർഷത്തെ നിയമാനുസൃത താമസത്തിന് ശേഷം വിദേശ പൗരന്മാർക്ക് ബ്രിട്ടീഷ് പൗരന്മാരെ പോലെ അവകാശങ്ങൾ നൽകുന്ന ഒരു സമ്പ്രദായമാണ് PR എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ILR അഥവാ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ. പിന്നീട് 1 വർഷത്തിന് ശേഷം ബ്രിട്ടീഷ് പൗരത്വത്തിനായി അപേക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ കുറച്ചു കാലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഉയർന്നു വരികയാണ്, പ്രത്യേകിച്ച് അതിൻ്റെ സാമ്പത്തിക സാമൂഹിക സുരക്ഷാ പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UK പാർലമെന്റിൽ നിരന്തരമായി ചർച്ചകൾ നടന്നു വരികയാണ്. അപേക്ഷകരിൽ 95% പേർക്കും ILR നേടാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത്. പാർലമെന്റിലെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോഴത്തെ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും ഇല്ലെങ്കിൽ ഇത് UKക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നയപരാജയത്തിലേക്ക് നയിക്കുമെന്നതാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് കാരണം. The mass import of low-skilled workers could cost the taxpayer more than £61 billion, a financial ticking time bomb. Will the Minister commit here and now to extending the qualifying period for indefinite leave to remain or to bringing in new qualifying criteria? വൈദഗ്ധ്യം കുറഞ്ഞ തൊഴിലാളികളുടെ വൻതോതിലുള്ള കുടിയേറ്റമാണ് UKയെ പിടിച്ചുകുലുക്കുന്നത്. ഏകദേശം £61 ബില്യൺ അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ILRുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കുള്ള ഏറ്റവും വലിയ ആശങ്ക ഇതിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് പൗരന്മാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ 3/4 പങ്കും ILRകാർക്ക് ലഭിക്കുന്നു. പ്രത്യേകിച്ച് NHSലെ ഫ്രീ ചികിത്സ, ഭവന നിർമ്മാണം തുടങ്ങിയവ അതിൽ ചിലതാണ്. എങ്കിലും ഈ ILR നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് ഇവിടുത്തെ അഭയാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന മറുവാദവുമുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ UKയുടെ കുടിയേറ്റ നയത്തിന്റെ സങ്കീർണതകളെ തുറന്നുകാട്ടുന്നു. Immediate right to welfare support. This implies that there are no costs to this migration, but that is wrong. After 5 years, a person who has come here on a family visa can apply for indefinite leave to remain, or ILR. If they get it, and 95% of ILR applicants are successful, they will qualify for welfare, social housing, NHS care, everything. And all of that costs money. 2016 ബ്രെക്സിറ്റ് റഫറണ്ടം കുടിയേറ്റത്തെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് സംബന്ധിച്ച രാഷ്ട്രീയ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. ദേശീയ സുരക്ഷ, സാമ്പത്തിക വളർച്ച, സാമൂഹിക ഐക്യം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഇത്തരത്തിലുള്ള ഒരു നയമാറ്റത്തെക്കുറിച്ചുള്ള പുനഃപരിശോധനയ്ക്ക് പ്രേരണ നൽകുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കുടിയേറ്റത്തെ അനുകൂലിക്കുന്ന ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇമിഗ്രേഷൻ ഒരു ഭാരമാണെന്ന ധാരണകൾ തെറ്റാണെന്നും വിദേശ കുടിയേറ്റക്കാരുടെ സാന്നിധ്യം ബ്രിട്ടീഷ് സമൂഹത്തിന് സമ്പത്ത്, തൊഴിൽ, വൈദഗ്ധ്യം എന്നിവയിൽ നല്ലൊരു പങ്ക് വഹിക്കുകയും അത് രാജ്യത്തിന് ഗുണകരമാകുന്നു എന്നുമാണ്. ഇപ്പോഴുള്ള നിയമത്തിൽ ധൃതി പിടിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് UKയെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങളെക്കാളേറെ ദോഷം ചെയ്യുമെന്നും ശ്രദ്ധാപൂർവം പഠനങ്ങൾ നടത്തി മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ എന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തരത്തിൽ നിയമാനുസൃതമായി ILR ലഭിക്കുന്ന വിദേശീയർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക താൽപര്യങ്ങൾ മുൻനിർത്തി നീതിപൂർവമായ ഒരു തീരുമാനം ഉൾക്കൊള്ളുന്നതായിരിക്കും UKയുടെ ഭാവിക്ക് നല്ലത്. ഇത്തരത്തിലുള്ള ചർച്ചകൾ UKയിലെ പരമ്പരാഗത കുടിയേറ്റ ധാരണകളെ ചോദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് സമൂഹത്തിന്റെ ഘടനയിൽ കുടിയേറ്റക്കാർക്കുള്ള പങ്ക് വ്യക്തമാക്കുകയും ചെയ്യുന്നു.